നമസ്കാരം. ഇന്നത്തെ ഈ ദിലീപിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്, അതിജീവിത ഒരു നിമിഷം പോലും പാഴാക്കാതെ ഷീ മസ്റ്റ് ഗോ ഫോർ എ സ്റ്റേ ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട്. തീർച്ചയായിട്ടും സ്റ്റേ കിട്ടും, യാതൊരു സംശയമില്ല. ഞാനൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗൻ്റ് ആണെന്നുള്ള എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം. 10-16 കേസ് സ്വന്തമായിട്ട് വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് യുവർ റൈറ്റ്. അതല്ലെങ്കിൽ സ്റ്റേ ചോദിച്ചു കഴിഞ്ഞ് സ്റ്റേക്ക് പോയില്ലെങ്കിൽ അതും ടൈം ലിമിറ്റ് ഉണ്ട് സ്റ്റേക്ക്. ലോയേഴ്സ് വിൽ ടെൽ യു. സോ അതിന് ഒട്ടും അമാന്തിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള ജീവിതം തന്നെ പാഴായി പോകും. എന്നുവെച്ചാൽ അപ്പുറത്തെ സ്ട്രോങ് ഹോൾഡാണ്. കാരണങ്ങളെല്ലാം കണ്ടില്ലേ? ജഡ്ജിയുടെ മുറിക്കകത്തിരിക്കുന്ന മെറ്റീരിയൽസ് പോലും എടുത്ത് നോക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഒരു ജഡ്ജിയൊന്നും അറിഞ്ഞില്ലെന്നുള്ള രീതിയിലാണ് അന്ന് വാർത്തകളൊക്കെ വന്നത്. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു 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 അന്വേഷണം നടന്നില്ല. അതിനൊക്കെ CBI ഉടണ്ടായിരുന്നു അപ്പോഴേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിജീവിതയോട് പറയാനുള്ളത്, ഡോണ്ട് ബോദർ അബൌട്ട് എനിബഡി, ജസ്റ്റ് സൈൻ എ വക്കാലത്ത് ആൻഡ് ഗീവ് ടു എ ഗുഡ് ലോയർ ടു ആസ്ക് ഫോർ എ സ്റ്റേ ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ട്രയൽ കോർട്ട്. എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം. അങ്ങനെ പോയില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ ആ ഫെഫ്ക 2 മണിക്കൂറായുള്ളൂ കോടതി പറഞ്ഞിട്ട്. ഫെഫ്കായും അമ്മയെല്ലാം പുള്ളിക്കാരനെ തിരിച്ചെടുക്കാൻ പോവുകയാണ്. ഇവരെല്ലാം അമ്മയിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഇവരുടെ ഈ ദിലീപിൻ്റെ ഫാൻസാണ്. ദിലീപ് പറയുന്നതൊക്കെ കേൾക്കും അവരെല്ലാം. ആ ഒരു ചട്ടക്കൂടിൽ കൊണ്ടുവന്നവൻ. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിലും ഷീ വിൽ ഹാവ് ടു കം ഔട്ട് ഓപ്പൺലി. നേരിട്ട് വന്ന് ഇപ്പം എന്താ, മഞ്ജു വാര്യറാണ് ഇതിൻ്റെ മെയിൻ ഘാതകി, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ട മഞ്ജു വാര്യർ സ്വന്തം അവൻ്റെ ഭാര്യയായിട്ട് അവൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയെ പറ്റി പരസ്യമായിട്ട് പറഞ്ഞവനാണ്. ആലോചിച്ച് നോക്കും. ഇറങ്ങി വന്നവനെ പറഞ്ഞതാണ് മഞ്ജു വാര്യരിനെ പറ്റി. അവനത് പറയാതിരിക്കാം. എന്നിട്ട് പറഞ്ഞ അത്ര അഹങ്കാരിയാണ്. ആ മോട്ടർ തന്നെ കണ്ടില്ലേ കണ്ണിൻ്റെ. അതുകൊണ്ട് ഇത് അതിജീവിത ഇത് പറയണം, ദാറ്റ് ഐ ആം ഗോയിങ് ഫോർ എ സ്റ്റേ. ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെ ഇപ്പോൾ 12-ാം തീയതിയിലെ വിധി എടുത്തോളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ അപ്പീൽ കൊടുക്കണം. അപ്പം ഞാൻ അപ്പീലിന് പോവുകയാണ്, ഞാൻ സ്റ്റേക്ക് പോവുകയാണെന്ന് പറയണം. ഐ ആം ഗോയിങ് ഫോർ എ സ്റ്റേ. സ്റ്റേക്ക് പോയി പറഞ്ഞില്ലെങ്കിൽ ഇപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഈ ദിലീപിനെ വീണ്ടും അമ്മയുടെ വേണമെങ്കിൽ ശോധാമേനെ മാറിക്കൊടുത്തിട്ട് പ്രസിഡൻ്റാക്കും, ഫെഫ്കയുടെയും പ്രസിഡൻ്റാക്കും, എല്ലാത്തിൻ്റെയും പ്രസിഡൻ്റാക്കും. അപ്പോൾ അതൊക്കെ അതൊക്കെ പുട്ട് ഓൺ ഹോൾഡ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്, സ്റ്റേക്ക് പോവുകയാണെന്ന് വെച്ചാൽ സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ ഈ വിധി തന്നെ സസ്പെൻഡഡ് ആവും. മനസ്സിലായില്ലേ? ഈ വിധി തന്നെ സസ്പെൻഡഡ് ആവും. ഹി വിൽ സ്റ്റിൽ റിമെയിൻ എ കോൺവിക്റ്റ് അല്ലെങ്കിലും പണ്ടത്തെ ആ സ്റ്റേജിൽ പുള്ളി വന്ന് നിൽക്കും. അപ്പോൾ അയാളെ ഒരു സ്ഥാനത്തും എടുക്കാനും പറ്റത്തില്ല. ഈ ആഘോഷങ്ങളെല്ലാം നിൽക്കും. അതുകൊണ്ട് അതിജീവിത ഇത് പറയണം. അതിജീവിത കമ്മൗട്ട് ആൻഡ് 1 മാസമോ 2 മാസത്തെ സമയമുണ്ടെന്ന് തോന്നുന്നു ഈ അപ്പീൽ കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിജീവിതം എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിജീവിതയോട് സ്നേഹം തോന്നുന്നവർക്കെല്ലാം വലിയൊരു നിരാശയായിരിക്കും. ആ ഭാഗ്യലക്ഷ്മി വന്നിരുന്നുകൊണ്ട് പറയുന്നത് കേട്ടില്ലേ, ഇതൊക്കെ നേരത്തെ എഴുതി വെച്ച വിധിയാണ്. അത്രയും പറയാനുള്ള ധൈര്യമെങ്കിലും അവർ കാണിച്ചില്ല ഒരു കോടതിയെ പറ്റി. അല്ല, ഒരുപാട് സംശയങ്ങളുണ്ട് കോടതി. പിന്നെ കോടതിയെ നമുക്ക് തിരസ്കരിക്കാനൊന്നും പറ്റത്തില്ല. കോടതിയെ ലുക്ക് ഡൗൺ അപ്പോൺ ദം ബിക്കോസ് കോർട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റും. പിന്നെ ഇത് അതിജീവിതയുടെ റൈറ്റാണ്. സോ അതുകൊണ്ട് ഒട്ടും അമാന്തിക്കരുത്. ആരോടും ചോദിക്കണ്ട. കോൾ ബ്യൂട്ടിഫുൾ സൂപ്പർ അഡ്വക്കേറ്റുമാരുണ്ടല്ലോ, കൊടുത്തിട്ട് ഒരു സ്റ്റേ, ഗോ ഫോർ എ സ്റ്റേ. ദാറ്റ് ഡേ ഇറ്റ് വിൽ ബി ഗ്രാൻറ്റഡ്. അന്ന് കിട്ടും സ്റ്റേ. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ പകട്ടും എല്ലാം നിൽക്കും. പിന്നെ കേസൊക്കെ പറയാം നമുക്ക്, അത് പിന്നെ ടൈം എടുക്കും. പക്ഷേ ഇത് ട്രയൽ കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ് ഇറ്റ്സ് എ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കാൻ പറ. വക്കീലിനടുത്ത് അവസാനം എഴുതി കൊടുക്കാൻ പറയാം, മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. മിസ്കാരേജ് ഓഫ് ജസ്റ്റിസിന് അതിന് വലിയ ഡീപ്പ് മീനിങ് ഉണ്ട്. അതിന് മിസ്കാരേജ് എന്ന് പറയുന്നത് ഗർഭം അലസുന്നതിനാണ് മിസ്കാരേജ് എന്ന് പറയുന്നത്.
ഇല്ലേ? അതേപോലെ നിയമത്തെ മിസ്കാരേജ് ജസ്റ്റിസിന് നിയമത്തെ ഗർഭം അലസിപ്പിച്ച പോലത്തെ ഒരു പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറയും. സ്റ്റേ അന്ന് കിട്ടും, യാതൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സുഖമില്ലാഞ്ഞിട്ട് വന്ന് പറയാം. അതിജീവിതം ഇത് കേൾക്കണം, അതിജീവിതം ഇത് ചെയ്യണം. അല്ലെങ്കിൽ അതിജീവിതയോട് സ്നേഹമുള്ള ആരെങ്കിലും ഇത് അങ്ങോട്ട് ഇട്ടുകൊടു. ഒരു എളിയവനായ ഒരു ഇത് ഹാപ്പനോ, ഇതൊരു ഗൂഢാലോചനയുടെ പുറത്ത് നടന്ന, അല്ലെങ്കിൽ ഈ സുനിക്കും കൂടെ പോയ വണ്ടി കയറി ഇരുന്ന് അതെല്ലാം കാണിച്ചവർക്ക് എന്താ താല്പര്യം ആ പെണ്ണിനോട്, അല്ലെങ്കിൽ എന്താ വൈരാഗ്യം? ഒരു വൈരാഗ്യമില്ല. സോ ദേ സംബഡി ബിഹൈൻഡ് ദിസ്. ഇതെല്ലാം ഇല്ല ടി പി രാമചന്ദ്രൻ്റെ കേസ് പോലെ ആയിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ്ലി യു വിൽ ഹാവ് ടു ആക്ട്. ഓക്കെ, അത് നമ്മൾ ഭരണഘടന നമ്മൾ തന്നിരിക്കുന്ന ഒരു അവകാശമാണ്, വളരെ ഔദാര്യമൊന്നും അല്ല.